ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ എന്താ 4 ആളെ കൊടുന്നുണ്ട് പുതിയത്. അപ്പോൾ ചെറിയ പോത്തുകൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ പോത്തുകൾ നമ്മളിത് റെജിയാറിൻ്റെ കുതിരാമുറ ഫാമിൽ നിന്നാണ് വാങ്ങിച്ചേക്കണം. 4 ആൾ തൂക്കം കുറവാണ് കേട്ടോ. 175, 145, 112, 115, 112 അങ്ങനെയൊക്കെ റേഞ്ചാണ്. രണ്ടെണ്ണം എല്ലാവരും ചെറുത് തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, ഒരു 200ൻ്റെ താഴേക്കുള്ള പോത്തുകളാണ്, പ്രത്യേകിച്ച് 150-ന് താഴത്തേക്കുള്ള പോത്തുകളാണെങ്കിൽ നല്ല മാതിരി കെയറിങ് ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമാക്കി പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവരെ ഇന്നലെ കൊടുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. ശനിയാഴ്ചയാണ് ഞാൻ ഉച്ചതിരിഞ്ഞാണ് ഇവർ കൊടുന്നത്. ഇപ്പോൾ കണ്ടോ, ഒരു പച്ചപ്പുല്ലൊക്കെ തിന്ന് നോക്കിന്ന് കാണാം. കൊടുന്ന അന്ന് പച്ചവെള്ളം കുടിച്ചില്ല, കൈത്തീറ്റകളൊന്നും കൊടുക്കില്ല കേട്ടോ. അപ്പോൾ അതെന്താണെന്നൊക്കെ കറക്റ്റായിട്ട് പറയാം. നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ കൊടുന്നാന്ന് ഞാൻ വക്കോലിട്ട് കൊടുത്തു, ഒരു തരി പുല്ലിട്ട് കൊടുത്തു നോക്കി, ഒരു രക്ഷയില്ല. അപ്പോൾ ശനിയാഴ്ച 5 മണി 5:30 6 മണിയുടെ താഴെയായി നമ്മളിവിടെ എത്തും. അപ്പോൾ കയറൊക്കെ മാറ്റി ഇതിൻ്റെ മുകളിൽ ഭാഗമൊക്കെ കെട്ടി, അല്ലെങ്കിൽ ഇവർ പുലിത്തൊട്ടിലേക്ക് കയ്യും കാലെടുത്ത് വെച്ച് കയറ് പിരിഞ്ഞ് ചത്തുപോകും. അപ്പോൾ ഇങ്ങനത്തെ പോത്തുണ്ടല്ലോ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർക്ക് കയ്യിൻ്റെ ഇടയിൽ പോലും അല്ലെങ്കിൽ കാലുമ കയറ് ചുറ്റിയാൽ പോലും അത് പിടിയിക്കാനോ റിലാക്സ് ആക്കാനോ അല്ലെങ്കിൽ അവർക്ക് സ്വയം അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയില്ല. സാധാരണ ഒരു സ്വല്പം വലുപ്പമുള്ള പോത്തുകളൊക്കെ ശീലമായി കഴിഞ്ഞാൽ അവർ കയ്യിൻ്റെ ഇടയിൽ കാല് കുരുങ്ങി കഴിഞ്ഞാൽ അവർ കൈ തന്നെ ഓട്ടോമാറ്റിക് എടുത്ത് വെച്ച് അവർ ആ കുരുക്കഴിക്കും. പക്ഷെ ഇവർക്കതൊന്നും അറിയില്ല. അപ്പോൾ ഒരു മാസം പ്രത്യേകിച്ച് തൊഴുത്തിൽ കെട്ടുമ്പോൾ വഴിക്ക് വീഴാത്ത രീതിയിൽ, പ്രത്യേകിച്ച് കയറ് കുരുങ്ങാത്ത രീതിയിലൊക്കെ നല്ല ശ്രദ്ധിച്ച് പുലിത്തൊട്ടിലേക്ക് കടക്കാത്ത രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പോൾ കെട്ടിയേക്കണേ. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കാണാം. പിന്നെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എത്താത്ത രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റാവുന്ന രീതിയിലൊക്കെയാണ് വൃത്തിയായി കെട്ടിയേക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കുറ്റി അടിച്ച് കെട്ടുമ്പോൾ, കയറ്റിറക്കുള്ള സ്ഥലത്ത് കെട്ടുമ്പോൾ, മരം ചുറ്റി പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് കെട്ടുമ്പോൾ, വെള്ളത്തിൻ്റെ അടുത്ത് കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ കാശ് പോകും. ഇവരൊക്കെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് വെള്ളത്തിൽ കിടന്ന പിന്നെ ഇവർക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല. അത്രയും ആരോഗ്യസ്ഥിതി മോശമായിരിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഞായറാഴ്ച കാലത്ത്, അതായത് ഇന്ന് കൊടുന്നിട്ട് പിറ്റത്തെ ദിവസം ഒരു 8:30 ആകുമ്പോൾ പാടത്തേക്ക് ഇറക്കി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തിരിച്ച് തൊഴുത്തിരിക്കുന്ന വരികയാണ്. അപ്പോൾ ഞാൻ 2 ആളെ കുറ്റിയും മടിച്ച് കെട്ടി 2 ആളെ വെറുതെ വിട്ടു. അപ്പോൾ അവർ എന്താ ചെയ്യണമെന്ന് അറിയാം, വെയിൽ കൊണ്ടുപോയിക്കണ 2 ആൾ കിടന്നു, മറ്റുള്ള 2 ആളൊന്ന് കടിക്കാൻ നോക്കുന്നുണ്ട്. കിടന്ന വഴിക്കാണ് ഞാൻ സ്പോട്ടിൽ ഇവിടെ കൊടുന്ന് കെട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് ഒരു 1/2 മണിക്കൂർ നേരം കിടന്നാൽ കഴിഞ്ഞു, പിന്നെ എഴുന്നേക്കില്ല. പിന്നെ അവിടെ നിന്ന് എടുത്തു കൊടുന്ന് ഡോക്ടറെ വിളിക്കാൻ നോക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ കൊടുന്ന വഴിക്ക് തന്നെ കയറ് കിട്ടുമ്പോൾ, കയറ്റിറക്കുള്ള സ്ഥലത്ത് വെള്ളത്തിൽ കിട്ടുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. 2-3 മാസം വരെ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. വെള്ളത്തിൽ കൊടുന്നിട്ട പോത്ത് വലുതാവുന്ന വെച്ചിട്ട് വെള്ളത്തിൽ കൊടുന്നിട്ട പണി കിട്ടും. അതുമാതിരി കൊടുന്ന വഴിക്ക് തന്നെ തീറ്റകൾ കൊടുത്ത് പെട്ടെന്ന് വലുതാക്കാൻ നോക്കാമെന്ന് വിചാരിച്ചാൽ പണി കിട്ടും. ഇപ്പം ഞാൻ എൻ്റെ പോത്തുകളെ ആദ്യം പിടിയുന്ന നിലയ്ക്ക് എൻ്റെ പുല്ലിൻ്റെ ഇടയിൽ ചെറിയ പുല്ലുണ്ടായിരുന്നു, അത് കൊടുത്തു. അത് കൊടുത്തപ്പോൾ തിന്നു തുടങ്ങി, 4 ആളും തിന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റെ മേലെ അധികം മൂക്കാത്ത തീറ്റപ്പുല്ല് വെട്ടിയിട്ട് കൊടുത്തു തുടങ്ങി. അപ്പോൾ തീറ്റപ്പുല്ല് എടുത്തു തുടങ്ങി. അപ്പോൾ നമ്മൾ വൈക്കോൽ അധികം കൊടുക്കുക ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം വൈക്കോൽ അവരൊക്കെ ഇന്നലെ കടിച്ചു. പക്ഷെ ഇനി നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, നൈസ് തളിർത്ത പുല്ലിൻ്റെ ഇടയിൽ നിന്ന് വലിച്ച് കൈ കൊണ്ട് വലിച്ചിട്ട് കൊടുത്തു. അത് കടിച്ച് തിന്ന് തുടങ്ങിയപ്പോൾ പച്ചപ്പുല്ല്, നമ്മുടെ തീറ്റപ്പുല്ല് എനിക്കുണ്ട് അത്യാവശ്യം. ഇപ്പോൾ അധികം മൂക്കാത്തത് നോക്കിയിട്ട് തുമ്പ് നോക്കി കട്ടിത്തിട്ട് കൊടുത്ത് നോക്കി. അപ്പോൾ അത് തിന്നു തുടങ്ങി. അപ്പോൾ പുല്ല് തിന്നു തുടങ്ങിയപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊട്ടൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും ഇവരെ ഈ ഒരു 2-3 മാസം തീർച്ചയായിട്ടും കൈത്തീറ്റകൾ, പിണ്ണാക്കോ തവിടോ പുളുങ്കുരിപ്പൊടിയോ ചക്ക സാധനങ്ങൾ, ചോറ്, ഇതൊന്നും കൊടുക്കാതിരിക്കുക. എനിക്ക് കുറേ പണി കിട്ടിയിട്ടുള്ളതാണ് ആദ്യമേ തൊട്ടിട്ടോ. ഈ കൊല്ലവും ചെറിയൊരു പണി വേറെ കിട്ടി. അത് നമ്മുടെ ഒരു കാലക്കേടായിരുന്നു. മറ്റേതൊക്കെ നമ്മൾ അറിവില്ലാത്ത സമയത്ത് നമുക്കും പണികൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പെട്ടെന്നൊന്ന് വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ ഒരു കയ്യബദ്ധം വേണ്ട, ജസ്റ്റ് ഒന്ന് വെയിലൊന്ന് കൊണ്ട് വീണ് കഴിഞ്ഞാൽ എഴുന്നേക്കില്ല, പിന്നെ ഭയങ്കര പണിയാണ്. അതാണ് ഞാൻ അത്ര കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ കേട്ടോ. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വെയിലത്ത് കെട്ടാതിരിക്കുക, കയറ് കെട്ടുമ്പോൾ വെയിലത്ത് കെട്ടാതിരിക്കുക, വെള്ളത്തിൽ കെട്ടാതിരിക്കുക, കയറ് കെട്ടുമ്പോൾ പ്രത്യേകിച്ച് കയറ്റിറക്കുള്ളടത്ത് കെട്ടാതിരിക്കുക. നമ്മൾ വിചാരിക്കും പിന്നെ പുല്ലുള്ളടത്ത് അല്ലെങ്കിൽ വെള്ളമുള്ളടത്തൊക്കെ കെട്ടി പെട്ടെന്ന് അങ്ങോട്ട് തടി വയ്ക്കുന്നു. ഒരിക്കലും ഇല്ല. 2-3 മാസം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊക്കെ സാധാരണഗതിയിൽ തൂക്കിയെടുക്കുകയാണെങ്കിൽ, ചന്തയിൽ എടുക്കുകയാണെങ്കിൽ നല്ല വിലയാണ്. അപ്പോൾ പരമാവധി ചെറുകുട്ടികളാണ് എടുക്കുക. അപ്പോൾ ഒരു 200ൻ്റെ താഴത്തേക്കുള്ള, ഞാൻ 100ൻ്റെ റേഞ്ചിലാണ് എടുത്തത് കേട്ടോ. അപ്പോൾ 150ൻ്റെ താഴത്തേക്കുള്ള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 250-300 എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ അവരെ സംരക്ഷിച്ച് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. റിസ്ക് ആണ്. ഏത് പോത്ത് വാങ്ങിക്കുകയാണെങ്കിലും നിങ്ങൾ വെയിലത്തും കെട്ടുമ്പോഴും പ്രത്യേകിച്ച് ഞാൻ പറയും, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ ചെറുപോത്തുകളാണ്. കൈത്തീറ്റ തൊടിയിക്കാനേ പാടില്ല. നിങ്ങൾ പച്ചപ്പുല്ല് കൊടുക്കുക, പച്ചവെള്ളം കൊടുക്കുക, പച്ചപ്പുല്ല് കൊടുക്കുക, പച്ചവെള്ളം കൊടുക്കുക. 1 രൂപ ചിലവാക്കണ്ട നിങ്ങൾ ഈ 2-3 മാസം. അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു തരി പിണ്ണാക്കോ ഒരു തരി തവിടോ ചോറ് കൊടുക്കരുത്.
ഗോതമ്പ്, മൈദമാവ്, വേസ്റ്റുകൾ, പച്ചക്കറി വേസ്റ്റ്, ഇതൊന്നും ഈ ടൈമിൽ ഇപ്പോൾ കൊടുക്കാതിരിക്കുക 2-3 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പച്ചക്കറി വേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാം, പക്ഷേ ജലാംശം കൂടുതലുള്ളതുകൊണ്ട് പച്ചപ്പുല്ല് തന്നെ തിന്നു കഴിഞ്ഞാൽ നാളേക്ക് എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു തരി വക്കലോട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. പച്ചക്കറി വേസ്റ്റൊക്കെ ഈ ഒരു ചെറു പ്രായത്തിൽ കൊടുത്ത് വയറിളക്കം പിടിക്കും. വയറിളക്കം പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂട്ടിൽ നിന്ന് പൈപ്പ് വെച്ച മാതിരി ആയിരിക്കും പോവുക. അപ്പോൾ ഇവരുടെ ശരീരത്തിൽ പിടിക്കാൻ സാധ്യതയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വയറിളക്കൊക്കെ പിടിച്ചപ്പോൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് റിലാക്സ് ആക്കി എടുക്കാൻ എളുപ്പമല്ല. അപ്പം ഞാൻ ഇവരെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 മാസം, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, ആ ഒരു മാസം നമ്മൾ നോർമലി ഇപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ ചിലപ്പോൾ തൊഴുത്തിൽ തന്നെ നിർത്തി ഇങ്ങനെ പച്ചപ്പുല്ലൊക്കെ നിർത്തി കെട്ടി ഒന്ന് പിടിച്ച് വലിക്കാവുന്ന കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ പാടത്തേക്കൊന്ന് ഇറക്കി. ഇവർ പാടത്തേക്കൊന്ന് ഇറക്കി തിന്നണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പുല്ലുള്ളടത്ത് കൊണ്ട് കെട്ടിയാലും ഇവർ തിന്നാൻ സാധ്യതയില്ല. നമ്മളൊന്ന് ശീലിപ്പിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ എനിക്ക് പുതിയ കർഷകരോട്, പ്രത്യേകിച്ച് ചെറിയ പോത്തുകളെ വാങ്ങിക്കുന്നവരോട് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കുക. പരമാവധി വലിയ കയറൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൻ്റെ അടുത്തും പുല്ലിൻ്റെ അടുത്തും കൊണ്ടുപോയി കെട്ടണതിൽ അർത്ഥമില്ല. പരമാവധി അവരെ കയറ് ചുരുക്കി ചുറ്റി പറയാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് തണലത്ത് കെട്ടി ഒരു 2 ആഴ്ചക്ക് തിന്നാട്ട് കൊടുത്തതിന് ശേഷം പരമാവധി പിന്നെ ഉച്ച നേരത്തെ, അതായത് ഒരു 10 മണിക്ക് ശേഷം 4 മണിക്ക് ഇടയിലുള്ള വെയിൽ കൊള്ളിക്കാതിരിക്കുക. പരമാവധി നിങ്ങൾ തിന്നാൻ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ പലരും ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, വാങ്ങിച്ചു കൊടുക്കുന്നു ഇപ്പോൾ തന്നെ ചോറ്, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചോറ് കിട്ടി കഞ്ഞളത്തിൻ്റെ ഒപ്പം, അത് ലേശം തിളപ്പിച്ച് വെച്ച് കൊടുക്കാം. കഴിക്കുക പറ്റുക, ചിലപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ പണിയാവും ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ പാട്ടിന് വിടുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മാസം കഴിഞ്ഞിട്ടൊക്കെ മതി നമുക്ക് എന്തെങ്കിലും, എന്താ പറയുക, ഗൃഹിണിയുടെ മരുന്നോ കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ ലിവർ ടോണിക് സിറിഞ്ചിൽ വായിൽ അടിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അതും 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മുടെ ചെറിയ പോത്തുകൾ എന്തിനാണ് ഇങ്ങനത്തെ ചെറിയ പോത്തുകൾ എടുത്തതെന്നൊക്കെ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ പുതിയ പോത്തിനെ എടുത്തു കൊടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു. പലരും പറയുന്നുണ്ട്, നീ കഥ നിർത്തിക്കോ, അല്ലെങ്കിൽ എന്താ പറയുക, ചേട്ടൻ്റെ വീഡിയോ കാണാൻ ആദ്യം കണ്ടിരുന്നു ഇപ്പോൾ കാണുന്നില്ല. ഒരു നിർബന്ധവും ഇല്ല, ആവശ്യക്കാർ മാത്രം കണ്ടാൽ മതി. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നത് കാണുന്ന ഒരാളുടെ അടുത്ത് നിർബന്ധിച്ചിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടുപോവുക. പിന്നെ ഓരോ കാലത്തിനനുസരിച്ച് ഞാൻ വീഡിയോയിൽ അപ്ഡേഷൻ വരുത്തുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറയാം, ഞാൻ തന്നെ ഇപ്പോൾ ചന്തയിൽ നിന്ന് അതും ചെറിയ പോത്തുകളാണ് എടുത്തത്. ചെറിയ പോത്തുകൾ എടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. വീണ്ടും പറയുന്നു, കഥ നിർത്തുമെന്ന് പറഞ്ഞവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണമെന്നില്ല. നിങ്ങൾക്ക് കഥ ഇഷ്ടമില്ലെങ്കിൽ വല്ല നാടക സിനിമയ്ക്ക് പോയി കണ്ട് പരിപാടി അവസാനിപ്പിക്കുക. കഥ താല്പര്യമില്ലാത്ത ഒരു കാര്യം ചെയ്യരുത്. ഞാൻ അങ്ങനെ പിടിച്ചേക്കണം. അത് നമ്മുടെ സാധനം നമ്മുടെ മൊബൈൽ ആവശ്യമുണ്ടെങ്കിൽ കാണുക. സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടോ എൻ്റെ പോറാണെങ്കിൽ നിങ്ങൾ അത് ഇതാക്കുക, സ്കിപ്പ് ചെയ്ത് പോവുക. ഒരിക്കലും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ വളർത്തുന്നവരോട് എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടൻ എന്തിനാണ് ഇപ്പോൾ ചന്തയിൽ നിന്ന് എടുക്കാത്തത്? ഞാൻ ചന്തയിൽ നിന്ന് പോയിരുന്നു, ഒരു ദിവസം മെനക്കിട്ടിരുന്നു, ഇനിയും 2-3-4 ദിവസം മെനക്കെടാം. പക്ഷേ നമുക്ക് വില കൊണ്ട് ഒരു പാകില്ല ചന്തയിൽ. നിങ്ങൾ പോയവർ ചന്തയിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ചന്തയിൽ പോത്തിനെ വാങ്ങി അടുത്ത് പോയിട്ടുള്ളത് ഞാൻ പറയുന്നു. ചന്തയിൽ നിന്ന് ഞാൻ തീർച്ചയായും പോത്തിനെ എടുക്കുന്നുണ്ട്. 2-3 ദിവസം കഴിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓണം കഴിഞ്ഞ്, അതായത് വലിയ പെരുന്നാൾ കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞ് ഒരു 350, 400, 500ൻ്റെ താഴേക്കുള്ളത് ഒരു 2-3 നമ്മൾ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെന്തിനാണ് ചെറുത് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത് എത്ര രീതിയിൽ ദിവസം കഴിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു 3 മാസം കഴിയുമ്പോഴേക്കും ഈ 110 ഉള്ളവരൊക്കെ ഒരു 150, 160, 170 റേഞ്ച് ആവും. 150 ഉള്ള ഒരു 200ൻ്റെ ചോടയ്ക്കാവും. ഒരു 3 മാസം കഴിഞ്ഞാലത്തെ കാര്യം പറയാൻ കേട്ടോ. 175 ഉള്ള ഒരു 230, 240ൻ്റെ റേഞ്ചിലേക്കൊക്കെ ആവും. അപ്പോൾ നമ്മൾ ഈ പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഓടുകയാണ് പിന്നെ അടുത്ത പ്രാവശ്യം പോത്തിനെ വാങ്ങിക്കാനായിട്ട്. ഇപ്പോഴേ ചന്തയിൽ നല്ല പോത്തുകളില്ല, വാലും തലയില്ല, ഒരു വൃത്തിയില്ല, ഒരു മെനയില്ല, ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോത്തുകൾക്ക് തന്നെ 22, 28, 30, 40, 50 പറയണവർ. അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ ലേശം വൃത്തിയുള്ള പോത്തുകളെ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങി നമ്മളൊരു 4 വാങ്ങിച്ചു. ഇനി വലിയ പെരുന്നാൾ കഴിഞ്ഞ് നമ്മൾ പോത്തിനെ വാങ്ങിക്കാൻ ചന്തയിലോ ഫാമിലോ കയറാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമുക്ക് തൽക്കാലത്തിനുള്ള നമുക്കൊരു 4 ആയിൻ്റെ ഇതിൽ എണ്ണമൊന്നും കുറഞ്ഞില്ലെങ്കിൽ ദിവസം കഴിച്ചാൽ എല്ലാം ക്ലീനാക്കി തരികയാണെങ്കിൽ നമുക്കൊരു നമ്മുടെ കയ്യിൽ ഒരു 4 ഉണ്ടാവും. അതുമ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഒരു 2-3-4 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓണൊക്കെ കഴിഞ്ഞ് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളും ഫ്രീ ആയി. അതുമാത്രമല്ല, ക്വാളിറ്റിയുള്ള പോത്തും കുട്ടികൾ നമുക്ക് വളർന്ന് വരികയും ചെയ്യും. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് കുതിരാനിൽ പോത്തുകൾ എടുത്ത് വളർത്തണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അപ്ഡേഷൻ വരുത്തിയത് കണ്ടു നിങ്ങൾ. പിന്നെ ഇവരെ നമ്മൾ ചെറുതാണെങ്കിലും നമ്മുടെ കയ്യിൽ കഷ്ടി ഒരു 1.5 കൊല്ലം കിട്ടും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബഡ്ജറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു റേഞ്ചിലേക്ക് എത്തിക്കാൻ പറ്റുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ പോത്തുകളെ സത്യം പറഞ്ഞാൽ നമുക്ക് ആദ്യ കാലങ്ങളിൽ 2 കൊല്ലം മുപ്പാടൊക്കെ 8 രൂപയ്ക്കും 10 രൂപയ്ക്കും ചന്തയിൽ നിന്ന് കിട്ടിയിരുന്ന പോത്തുകളാണ്. ഈ ഒരു ക്വാളിറ്റി ഇല്ലെങ്കിലും ഈ ഒരു വലുപ്പത്തിലുള്ള പോത്തുകൾ കിട്ടിയിരുന്നു.
അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ ഇപ്പോൾ നമുക്ക് വേനൽക്കാലത്തിലേക്ക് പെരുന്നാൾ വന്നു, ചന്തയിൽ നല്ല മാതിരി വിലയായി, അങ്ങനെ ഓരോരോ അപ്ഡേഷൻ ഓരോ സ്ഥലത്ത് വരുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേഷൻ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പോത്ത് കൃഷി സ്വതവേ ലാഭം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പണിയെടുക്കാൻ മനസ്സുള്ളവരും മടുപ്പില്ലാത്തവരും മാത്രമേ ഒരു കൃഷി രീതി ചെയ്യുക. ഇല്ലാത്തവർ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി കുറച്ച് സ്വർണം വാങ്ങിച്ചു വയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണത്തിനാണ് ഇപ്പോൾ വില കൂടുന്നത്. അപ്പോൾ നമുക്കതിനുള്ള മാർഗ്ഗമില്ല. ഇപ്പോൾ ഒരു 5 പവൻ 10 പവനൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലം 70 80 ഉണ്ടായിരുന്നു. 1 20 30 വരെ വന്നു. ഒരു പവന് 35 രൂപ തൊട്ട് 50 രൂപ വരെ മാറ്റം വന്നു. അപ്പോൾ ഒരു 10 പവൻ ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ കയ്യിൽ വന്നു. അപ്പോൾ തീർച്ചയായും ചെയ്യാൻ പറ്റിയ ബിസിനസ്സാണ്. അപ്പോൾ നമുക്കത് ചെയ്യാൻ മാർഗ്ഗമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൽ അപ്ഡേഷൻ വരുത്തിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും കാണാൻ പുതിയ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.